എനിക്ക് എല്ലാവരും കൂടി അതിന്റെ കേൾക്കാൻ വേണ്ടി ഒരു സംഗതി പറയാനുണ്ട്. ഈ നേരം വെളുത്ത് രാത്രി ആകുമ്പോഴത്തേക്ക് പേപ്പറിലായാലും TV-യിലായാലും പീഡനം കൊണ്ട് അഞ്ച് കളി കണ്ടിട്ടും കേട്ടിട്ടും മര്യാദയ്ക്കില്ല. അപ്പോ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാരെ കൂടെ പിടിച്ചുകൊണ്ടാവാം. ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ ആ പ്രതിനെ കൂടി വിട്ട് ഇത് പിന്നെ പിറ്റേന്ന് അതേപോലത്തെ വാർത്തകൾ കേൾക്കാം. ഇത് കണ്ടിട്ടും കേട്ടിട്ടും മതിയായിരിക്കുന്ന ഞാൻ ഇതിലേക്ക് 2 വാക്ക് പറയാൻ പോകുന്നു. കാരണം എന്ന് വെച്ചാല് ഈ ചെയ്തവനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഓന്റെ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അവിടെ അരിഞ്ഞളാ പച്ചമായത്തിൽ പറഞ്ഞാൽ ലൗഡ് അങ്ങോട്ട് മുറിച്ചാൽ മോരുടെ അടുത്ത് മുറിച്ചിട്ട് ഇങ്ങനെ അത് തൂക്കി പിടിച്ചിട്ട് പോകണം. ഇന്റർത്താണ് ഓല് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് മുറിച്ചിട്ട് അതും പിടിച്ചിങ്ങനെ ജയിലിലേക്ക് പോകും. എന്തിനാണ് ഈ പോലീസുകാരും മറ്റുള്ള നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുന്നത്? അങ്ങോട്ട് കൈകാര്യം ചെയ്യേ, അല്ലെ ഇങ്ങോട്ട് വിട്ടേരി. നമ്മളപ്പോഴത്തെ 2-3 പെണ്ണുങ്ങൾ വന്നിട്ട് ഓനെ ഇറങ്ങിയിട്ട് അമർത്തി തരാം. ഇത് കേട്ടിട്ട് നമ്മളെ പൈതം മക്കൾ വരെ പീഡിയയിലൊക്കെ സ്കൂളിലൊക്കെ മദ്രസിലൊക്കെ ഒന്നും പറഞ്ഞേക്കാൻ പറ്റുന്നില്ല. ഇതന്നെ കേട്ടിട്ട് പേടി പിടിക്കുക. മതി സ്കൂൾ പഠിച്ചത് മദ്രസ പഠിച്ചതെന്നല്ല ഞാൻ എന്റെ ഭർത്താവിനോട് പറയുന്നത്. എല്ലാവർക്കും ഒരു ആദ്യം കൂടിയെങ്കിലും എന്റെ ഫ്രണ്ട്സുകളാവട്ടെ എന്റെ അയൽവക്കക്കാരായിട്ട് എല്ലാവരും പറയും നമുക്ക് സ്കൂൾ വേണ്ട മദ്രസം വേണ്ട മക്കളെ എന്റെ ഉള്ളിട്ട് പോറ്റാന്നാ പറയുന്നത്. അത്രത്തോളമുള്ള വിഷമത്തിൽ എത്തിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിനൊരു പ്രതികരണം വേണ്ടേ? നിങ്ങള് പിന്നെ വലിയ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. എന്താ നമ്മൾ പാവങ്ങളായിട്ടാണ് നമ്മളെ പിന്നാലെ നടക്കാത്തത്? അതിനിപ്പോ എന്താ ഇനി പോലീസുകാർ നോക്കണ്ട, മന്ത്രിമാരും മറ്റുള്ളവരും നോക്കാൻ നിൽക്കണം. നമ്മളെ പോലത്തെ നാട്ടുകാർ കൈകാര്യം ചെയ്യണം. അതേ ഇനി ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് നിർത്തണം.